തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സംസ്ഥാനത്തെ ഡാമുകളിൽ ഇപ്പോഴുള്ളത് ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലധികം വെള്ളമാണ്. ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ സംസ്ഥാനത്തെ ഡാമുകളിൽ 2018 സമാനമായ സ്ഥിതി ഉണ്ടാകുമെന്നാണ് ആശങ്ക. അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നതോടെ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ട്. ഇടുക്കി കല്ലാർകുട്ടി ഡാമിലെ 5 ഷട്ടറുകളും പൊന്മുടി പാംബ്ല ഡാമുകളിലെ 3 ഷട്ടറുകളും മലങ്കരയിൽ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എത്രത്തോളം ആശങ്കാജനകമാണ് സാഹചര്യം? അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഡാമുകളിൽ ജലവിധാനം വലിയ രീതിയിൽ കൂടും. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം 2018 സമാനമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാമെന്നുള്ള ആശങ്കയാണ് വിദഗ്ധർ വെച്ചുപുലർത്തുകയും ചെയ്യുന്നത്. കാരണം നിലവിൽ ഈ സമയത്ത് എല്ലാ കാലത്തും മെയ് 31 വരെ ഒരു കരുതൽ ശേഖരത്തിന്റെ ഭാഗമായി 500 മുതൽ 600 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം ഇത്തരത്തിൽ റിസർവയറുകളിൽ സൂക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം മെയ് മാസത്തിൽ ആവശ്യമായ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ KSBയെ കൊണ്ട് സാധിച്ചില്ല. അത് വലിയ പാളിച്ചയാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അതിശക്തമായ മഴയുണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ നിലവിലെ സാഹചര്യത്തിൽ മാത്രം ഏതാണ്ട് 1500 ദശലക്ഷത്തിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം നിലവിൽ നമ്മുടെ ഡാമുകളിലെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും തുടർച്ചയായി ഒരു 3 ദിവസം കൂടി ഇതേ രീതിയിൽ മഴ പെയ്താൽ 2000 ദശലക്ഷത്തിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഈ റിസർവയറുകളിലേക്ക് എത്തും. അതായത് കൃത്യമായി കണക്കുകൾ പറഞ്ഞാൽ 37% വെള്ളം നിലവിലുണ്ട്. അതായത് 14.65% മാത്രം വെള്ളം വേണ്ട ഇടത്താണ് ഇപ്പോൾ 37% വെള്ളം ഈ ഡാമുകളിലുള്ളത് എന്നുള്ളതാണ് വളരെ ആശങ്കയായിട്ട് അവർ എടുത്തു പറയുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കി ഡാമിലും ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലും ഒന്നും തന്നെ സ്ഥിതി ആശങ്കാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കി ഡാമിൽ 38.15% സംഭരണശേഷിയിൽ അത്രയും വെള്ളം മാത്രമാണുള്ളത്. മുല്ലപ്പെരിയാറിലും 127.75% വെള്ളം മാത്രമാണുള്ളത്. അതായത് പരമാവധി സംഭരണശേഷിക്ക് മുകളിലേക്ക് അവിടെ വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള വിവരം. മറ്റൊന്ന്, ചെറു ഡാമുകളുടെ കാര്യങ്ങൾ അത് വ്യത്യസ്തമായ ഒരു സ്ഥിതിവിശേഷമാണ് ചെറു ഡാമുകളിലുള്ളത്. പലതും തുറന്നിട്ടുണ്ട്, പലതും സംഭരണശേഷിക്ക് മുകളിലേക്ക് എത്തുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ പലതും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ വെള്ളം അതായത് ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിലെ പൊന്മുടി ഒപ്പം തന്നെ ഇരട്ടയാർ, കല്ലാറടക്കമുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ ചെറിയ ഡാമുകളിൽ നിന്നുള്ള വെള്ളം നേരെ എത്തുന്ന ഇടുക്കി ഡാമിലേക്കാണ്. അത് ചില ആശങ്കകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇരട്ടയാറിലും ഒപ്പം തന്നെ കല്ലാറിലും നിലവിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവരുടെ സംഭരണശേഷിയിലേക്കാൾ മുകളിൽ വെള്ളം എത്തുന്നു എന്നുള്ളതാണ് വളരെ ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നത്. ഈ സമീപ പ്രദേശത്തുള്ള വിഷ്ണു പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകളൊക്കെ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നബാധിതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ ആശങ്കയോട് മുന്നോട്ട് പോകുമെന്നാണ് ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശം. എന്തായാലും ജാഗ്രത മതി, ആശങ്ക വേണ്ട സാഹചര്യം ഇല്ല എന്നും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും വേലിയേറ്റം രൂക്ഷമായതോടെ തിരുവനന്തപുരം വലിയതുറയിൽ കടലെടുത്ത് തീരം. ഇതോടെ മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ്. ബോട്ടുകൾ ഇറക്കാൻ വിഴിഞ്ഞത്തോ കൊല്ലത്തോ പോകേണ്ട ഗതികേടിലാണ് മത്സ്യത്തൊഴിലാളികൾ.